എനിക്ക് നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള്, വിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമ ഫീൽഡിൽ, മലയാള സിനിമ ഫീൽഡിൽ. ഇത് 2009 ദേ എങ്ങോട്ട് നോക്കി എന്ന സിനിമ തുടങ്ങിയത്. അപ്പൊ അതിൽ ഞാൻ അഭിനയിക്കാൻ, ഞാൻ ദുബായിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകിന്ന് ഒരാൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. പുറകിന്ന് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുംബിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോകും. അതായത് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം. ഒരു നല്ലൊരു നടനും കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു. പക്ഷെ ജഗതി ചേട്ടനുമായിട്ട് ഞാൻ നല്ല, ഹി വാസ് വെരി ഡീസന്റ് ആൻഡ് വെരി ജെന്യൂൻ ടു മീ. അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പോയി പറയാം. ഞാൻ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്നു കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു, എനിക്ക് മിനുവിനോടൊരു കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തേലും നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു. ജയസൂര്യ. നമസ്കാരം. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് നടി മിനു മുനീർ. 2013 ലൈംഗിക അതിക്രമം ഉൾപ്പെടെ മോശം പെരുമാറ്റം നേരിട്ടെന്നാണ് മിനു പറയുന്നത്. മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം. അഡ്ജസ്റ്റ്മെന്റുകൾ സഹിക്കാൻ കഴിയാതെ മലയാളം സിനിമയിൽ നിന്ന് അകന്നുവെന്നും ആരോപിതർക്കെതിരെ നടപടി വേണമെന്നുമാണ് മിനു മുനീർ ആവശ്യപ്പെടുന്നത്. ജയസൂര്യയുടെ ഭാഗത്തു നിന്നാണ് മോശമായ പെരുമാറ്റമുണ്ടായത്. സെക്രട്ടേറിയറ്റിലായിരുന്നു ഷൂട്ടിംഗ്. റെസ്റ്റ് റൂമിൽ പോയിട്ട് വന്നപ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു, പിന്നീട് ചുണ്ടിൽ ചുംബിച്ചു. ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചു, പിന്നീട് ശല്യമുണ്ടായില്ല. ആരോടെങ്കിലും ഇക്കാര്യം പറയാൻ പേടിയായിരുന്നുവെന്നും നടി പറയുന്നു. അമ്മയിൽ അംഗത്വത്തിന് ഇടവേള ബാബുവിനെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു. ഫോം പൂരിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇടവേള ബാബു കഴുത്തിൽ ചുംബിച്ചു. പെട്ടെന്ന് ഫ്ളാറ്റിൽ നിന്നിറങ്ങി. അമ്മയിൽ അംഗത്വം കിട്ടിയതുമില്ല. പിന്നീട് നടൻ മുകേഷ് ഫോണിൽ വിളിച്ച് മോശമായി സംസാരിച്ചു. നേരിട്ട് കണ്ടപ്പോഴും മുകേഷ് മോശമായി സംസാരിച്ചു. വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചു. ഞാനറിയാതെ ഈ സിനിമാ മേഖലയിൽ ഒന്നും നടക്കില്ലെന്നും അങ്ങനെ നിനക്ക് അമ്മയിൽ അംഗത്വം ലഭിക്കില്ലെന്നും പറഞ്ഞു. എനിക്ക് വഴങ്ങിയാൽ മാത്രമേ ലഭിക്കൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ്. അമ്പടി കള്ളി, നീ എനിക്ക് തരാതെ മറ്റൊരാൾക്ക് കൊടുക്കാൻ നോക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ മാസ്ക് ഇട്ട് വെക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അതൊക്കെ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം. എനിക്ക് നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള്, വിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമ ഫീൽഡിൽ, മലയാള സിനിമ ഫീൽഡിൽ. ഇത് 2009 ദേ എങ്ങോട്ട് നോക്കി എന്ന സിനിമ തുടങ്ങിയത്. അപ്പൊ അതിൽ ഞാൻ അഭിനയിക്കാൻ, ഞാൻ ദുബായിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകിന്ന് ഒരാൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. പുറകിന്ന് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുംബിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോകും. അതായത് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം. ഒരു നല്ലൊരു നടനും കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു. പക്ഷെ ജഗതി ചേട്ടനുമായിട്ട് ഞാൻ നല്ല, ഹി വാസ് വെരി ഡീസന്റ് ആൻഡ് വെരി ജെന്യൂൻ ടു മീ. അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പോയി പറയാം. ഞാൻ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്നു കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു, എനിക്ക് മിനുവിനോടൊരു കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തേലും നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു. ജയസൂര്യാണ് പുറകുന്ന അപ്രത്യക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്. പരാതി എന്ന് പറയുന്നത് അന്നേരത്തെ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ ആ സമയത്ത് 13 വർഷം മുമ്പ് ആയതുകൊണ്ട് ധൈര്യമില്ലായിരുന്നു. എന്തോ സംഭവിച്ചത്, ഇനി ഫിലിപ്പീനിൽ ഇങ്ങനെയൊക്കെയാണോ എന്ന് നമുക്ക് തോന്നുമായിരുന്നു എന്താ സംഭവിച്ചത്. അപ്പൊ അത് എന്നാലും ജഗതി ചേട്ടനോട് പറഞ്ഞു. ജഗതി ചേട്ടൻ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞിട്ടില്ല. മുകേഷ്
മുകേഷിനെതിരെ ഇതുപോലെ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരാനുള്ള സാഹചര്യം കൂടി പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞിരുന്നു. അതെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഇത് കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരനോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം അതിന് താല്പര്യമില്ലെന്നാണ്. അപ്പൊ പിന്നെ ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നീ നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ? നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കില്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച, നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി. ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖമൊന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ. അപ്പൊ നാടകമേ ഉലക എന്നതിൽ വെച്ച് ഞാൻ ഇങ്ങനെ മാറി മാറി നടന്നു. പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ? ഞാൻ പറഞ്ഞു, എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല, എന്നിട്ട് ഓടിപ്പോയി. അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ, ഏതാ റൂമെന്ന്. അപ്പൊ പുറകെ വന്ന് തട്ടി അവിടെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് തന്നെ. എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല. എന്നിട്ട് വീട്ടിൽ പറഞ്ഞാൽ പിന്നെ എന്നെ സിനിമയ്ക്ക് എടുത്തില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത്, അപ്പൊ അവർക്ക് എഫക്റ്റ്, അത് അവരെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഒളിച്ചെന്നില്ല സപ്രസ് ചെയ്ത് വെച്ചത്. കാരണം അവരെ കുട്ടികളെ സ്കൂൾ ലെവലിൽ കളിയാക്കത്തില്ല എങ്ങനെയൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് ഞാനത് മുന്തിയില്ല അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ അങ്ങ് ഉപേക്ഷിച്ച് ചെന്നൈയിലോട്ട് പോയി. തീർച്ചയായിട്ടും. കാരണം അന്നെന്ന് വെച്ചാൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, നിയമമായാലും പൊളിറ്റിക്കൽ പരമായിട്ടും. ഇന്ന് കാലം മാറി. ഇന്ന് ജനങ്ങൾ നീതിയോടൊപ്പമാണ്. ജനങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് നാളത്തെ പെൺകുട്ടികൾക്ക് അവർ സുരക്ഷിതരായിരിക്കണം എവിടെയായിരുന്നു. കാരണം എനിക്കും എന്റെ ഒരു മോള്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ആക്ഷനല്ല പരാതിപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. മണിയമ്പിളരാജുവിനെതിരായ ആരോപണം എന്തായാലും അന്വേഷിക്കണമെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. എന്താണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഫിസിക്കൽ ഭയങ്കര മെന്റൽ ടോർച്ചർ ആയിരുന്നു. പുള്ളിക്കാരന്റെ കൂടെ ബെഡ് ഷെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡേ തടിയാന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു. അപ്പൊ എനിക്ക് ഫോട്ടോ കൊച്ചിയിലായിരുന്നു. അപ്പൊ മിനു ഫോട്ടോ കൊച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എന്റെ അടുത്ത് തന്നെ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി വരും മിനു ഡോർ തുറന്നിട്ടാക്കണം. ഞാൻ നോ ഇല്ല പറ്റില്ല, അയ്യോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ തുറന്നിട്ടാക്കണം. വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. ഈ പുള്ളി ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ആരാണെന്നൊന്നും ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാൻ അതിന്റെ ഐ ഡിഡ്ന്റ് മൈൻഡ് അറ്റ് ഓൾ. ഞാൻ അവിടെ പോലത്തേക്കും ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചു. അല്ല ഫോൺ അതായാലും വിളിക്കുള്ളൂ. ഫോൺ സൈലന്റ് ഞാൻ അവിടെ കിടന്നുറങ്ങി. ഇപ്പത്തേക്കും കഥകെ വന്ന് മുട്ടി. ഞാൻ തുറന്നില്ല. ആരാ മുട്ടിയെന്ന് എനിക്കറിയില്ല. മുട്ടുന്നുണ്ടായിരുന്നു, ഞാൻ തുറന്നില്ല, അവിടെ കിടന്നുറങ്ങി. അപ്പൊ പിന്നെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. അപ്പൊ ഞാൻ എന്റെ വയറ് ഊരിട്ടു ലാൻഡ് ഫോണിന്റെ. അപ്പൊ തിരിച്ച് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനോട് ഭയങ്കര ദേഷ്യം, അൺനെസസറി ആയിട്ടുള്ള എന്തിനൊക്കെയോ കാര്യമില്ലാതെ എന്റെ അടുത്ത് ദേഷ്യപ്പെടുത്തേക്ക് ഗായത്രി വാസ് സെറ്റിംഗ് നിയർ മീ. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എന്താ രാജേട്ടൻ ഇത്ര വലിയ ദേഷ്യം മിനുവിനോട്? അപ്പൊ ഞാൻ ഗായത്രിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ദിസ് ഇസ് ദ റീസൺ. അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. അതിൽ കള്ളപ്പരാതികൾ വരാൻ സാധ്യത, പല ആളുകൾ പണം അടിക്കാനും ഉൾപ്പെടെ അങ്ങനെ വരാൻ സാധ്യത, അവസരങ്ങൾ നഷ്ടപ്പെട്ടവർ പരാതി വരാൻ സാധ്യത. അവസരങ്ങൾ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ. ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവസരങ്ങൾ കൂടി നമ്മുടെ പുറകെയുണ്ട്. അപ്പൊ അത് പറയുന്നതിൽ പ്രസക്തമില്ല. അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്നല്ല, ഒരിക്കലുമല്ല. എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സിനിമയെ ഞങ്ങൾക്ക് അഭിനയിക്കണ്ട. അപ്പൊ ഇത് കൂടാതെ ഈ നടന്മാരെ കൂടാതെ മറ്റൊരു അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആളുകൾ, ഇവർക്കെതിരെ താങ്കൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്? അത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാള്. അപ്പം കുട്ടിക്കാനത്ത് ഒരു സിനിമ, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ അതിനകത്ത് കോ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പൊ പ്രീ പ്രൊഡക്ഷന് വേണ്ടി എന്റെ വണ്ടിയും കൂടെ ഞാൻ ലൊക്കേഷൻ കാണാൻ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ഞാൻ എഫേർട്ടൊക്കെ എടുത്തു. അതിനുശേഷം 2-3 സിനിമ, അതിനകത്ത് കലാഭവൻ മണിയുടെ വൈഫായിട്ടായിരുന്നു. 2-3 ദിവസം ഞാൻ അവിടെ അഭിനയിക്കുകയും ചെയ്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറഞ്ഞു, മിനു നമുക്ക് ബോൾഗാട്ടിയിൽ ഒരു ലൊക്കേഷൻ കാണാൻ പോകണമെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി പോവുകയും ചെയ്തു പുള്ളിക്കാരന്റെ കൂടെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതോ ഒരു റിസോർട്ടിലോട്ട് ഇങ്ങനെ കൊണ്ട് കയറ്റിക്കൊണ്ട് ഒരു ചേട്ടനെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രത്യക്ഷമായി. അപ്പൊ ഞാൻ പിന്നെ കുറച്ചു നേരം ഉച്ച കഴിഞ്ഞ് 3 മണി ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതെ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന്, അപ്പൊ ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നല്ലോ. എന്നിട്ട് പുള്ളിക്കാരൻ കയറി എന്നെ കടന്നു പിടിച്ചു. എനിക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ പുറകോട്ട് ഇല്ല ഇതെന്താ അല്ല പറഞ്ഞില്ലേ. പുള്ളിക്കാരൻ പറഞ്ഞു, എന്ത്? ഞാൻ പറഞ്ഞു, ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്, ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു. പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തായിരുന്നു ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരന്. ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ അവിടെ ബില്ലയിൽ താമസിക്കുന്നുണ്ടല്ലോ. ബില്ലയില് എന്തോ റിസോർട്ട് അറിയില്ല ആരുടെ അടുത്ത്. എന്നോട് പരിചയപ്പെടുത്തിയത് പ്രൊഡ്യൂസറാണെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ നല്ല ജെന്യൂൻ മാൻ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു, സോറിട്ടാ ഞാനും അറിഞ്ഞില്ല, മിനുവിന്റെ അനുവാദ പ്രകാരമല്ല മിനു വന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ചു പോയി. ആ സിനിമയിൽ നിന്ന് എന്നെ കട്ട് ചെയ്തു.
ഈ മറ്റു രണ്ടുപേരുടെ പേര് പറഞ്ഞല്ലോ. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാര്. അത് ഒന്ന് നോബിള് എന്നെ ഇങ്ങനെ വന്നിറങ്ങി, ഞാൻ ചെന്നൈയിൽ നിന്നാണ് വന്നത്. എന്നെ കൊണ്ട് പുള്ളിക്കാരനെ ഒരു ലൊക്കേഷനിൽ കൊണ്ടേ, അന്ന് മാഫിയ സശിയുള്ള സിനിമയാണ്. അപ്പം ആ ലൊക്കേഷനിൽ കൊണ്ടിട്ട് കാറെ തന്നെ ഇറക്കിയില്ല. പുള്ളി എന്തോ സംസാരിച്ച് തിരിച്ചു പറഞ്ഞു മിനുവിന്റെ റോള് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ. അപ്പൊ തിരിച്ച് നമ്മൾ വേറെ വഴി കൂടെ വിജനമായ റോഡിൽ കൂടെ കൊണ്ടുവന്ന് 2 കാടിന്റെ നടുക്കൂടെ 2 ടാറിട്ട റോഡിൽ കൂടെ കൊണ്ടുവന്നു. എന്നിട്ട് പതുക്കെ ഓടിച്ചിട്ട് ഈ വലത്തേക്കൈ കൊണ്ട് വണ്ടി ഓടിക്കുകയും ഇടത്തേക്കൈ കൊണ്ട് എന്നെ ഇങ്ങനെ വളരെ ഇങ്ങനെ ചേർത്ത് അയാൾ നെഞ്ചിനോട് ചേർത്ത് അങ്ങ് പിടിക്കുകയും എവിടേക്കോ ഉമ്മ വെക്കുന്നു, എന്തൊക്കെയോ പരാക്രമങ്ങൾ അയാൾ എന്നെ ചെയ്തു. ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. കാരണം ഒന്നാമത് എനിക്ക് ഭയങ്കരമായിട്ട് വേദനയും, ഗിയർ ബോക്സ് എവിടെ എന്തൊക്കെയോ കൊള്ളുകയും വിട് എന്നൊക്കെ എല്ലാം പറഞ്ഞ് വിടുന്നില്ല. ലാസ്റ്റ് ഞാൻ ഡോറിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. ഡോർ എങ്ങനെയോ തുറന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ചാടൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാലൊക്കെ വെളിയിൽ പോയി കാറിന്റെ. അന്നേരമാണ് പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം. അപ്പൊ എനിക്ക് ഇറങ്ങി ഓടണം എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് തോന്നി ആ കാട് കണ്ടപ്പം അത് യുക്തിയെല്ലാം തോന്നി. കാരണം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സംഭവം, പട്ടി വന്നാലും മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ പറഞ്ഞു എന്നെ മര്യാദയ്ക്ക് എന്നെ എവിടെ കയറ്റിയോ അവിടെ തന്നെ എന്നെ കൊണ്ട് തിരിച്ചു പോകണം, വലിയ പ്രശ്നമൊന്നും. പക്ഷേ അയാൾ ഇച്ചിരി കാം ഡൗൺ ആയി. എന്നിട്ട് പിന്നെ അയാളെ അവിടെ തന്നെ എന്നെ കൊണ്ട് ഇറക്കി. മറ്റേ വിച്ചു അത് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയാ എടോ തനിക്ക് നല്ലൊരു റോളുണ്ട്, ബിന്ദു പണിക്കാരൊക്കെ ചെയ്യുന്ന ഒരു റോളാണ്, അത് ഫിക്സ് ചെയ്യണമെങ്കിൽ താൻ ഉടനെ തന്നെ ട്രിവാൻഡ്രത്തിന് വരണം, ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തനിക്ക് ആ റോള് ഫിക്സ് ആക്കിയെന്ന്. അപ്പൊ ഞാൻ ഈ വിച്ചു എന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, മുൻപരിചയമില്ല. പിന്നെ എടോ താൻ എന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഈ താനും നീ എന്നൊക്കെ വിളി ഒഴിവാക്കിയിട്ട് എന്റെ പേര് വിളിക്കും. അല്ല ഞാൻ ഇയാൾക്ക് എന്നെ കുറിച്ച് അറിയാമല്ലഞ്ഞിട്ടാ, ഞാൻ എല്ലാവരെയും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ എനിക്കതുകൊണ്ട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഒന്നുകൂടെ അന്ന് ആലോചിച്ചിട്ട് വിളിക്കേ, ഞാൻ സമയം തരാമെന്ന് ഫോൺ വെച്ചു പുള്ളിക്കാരൻ. ഇടവേള ബാബു എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ സ്റ്റേജ് ഷോയ്ക്കൊക്കെ കൊണ്ടുപോകും, ഇനി പാട്ട് പാടും ഡാൻസ് ഒക്കെ ചെയ്യും, അപ്പൊ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകാൻ വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മയിൽ ഇതിന്റെ ആള് പുള്ളിക്കാരനാണ്, സെക്രട്ടറി ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു എന്റെ ഫ്ളാറ്റിലോട്ട് പോവാ, കല്ലൂരുള്ള ഫ്ളാറ്റിലോട്ട് പോവാ, ആപ്ലിക്കേഷൻ ഒപ്പിടണം, ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളും പതുക്കെ എന്നെ പുറകെ തന്നെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ഇങ്ങനെ ചുമൊക്കെ വെച്ചിട്ട് എന്ത് ഷാമ്പു ഇടാം നല്ല മണമൊക്കെ അങ്ങനെയൊക്കെ. ഞാൻ അയ്യോ ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് ഇതാക്കി. അപ്പൊ നമുക്ക് കാരണം ഇത് മുമ്പ് അഭിനയിച്ചാണ്, നമ്മൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് നമുക്ക് റഫാൻ പറ്റത്തില്ല. മാറി എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരനെ അടുത്തടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞു. പെട്ടെന്ന് അത് ഫില്ല് ചെയ്തില്ല ശരിക്കും, ഞാൻ ഇറങ്ങി ഓടിപ്പോന്നു. പിന്നെ ഇന്നസെന്റ് ഏട്ടനെ വിളിച്ചു പറഞ്ഞു. ഇന്നസെന്റ് ഏട്ടൻ എന്താ എനിക്ക് ഇത് കിട്ടുന്നില്ല. അപ്പം ഈ മുകേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇതെന്താ എനിക്കെന്താ അഡ്മിഷൻ, ഞാൻ 6 സിനിമ അഭിനയിച്ചില്ല. അപ്പം കുട്ടി ഒരു കാര്യം ചെയ്യും, ഇന്നയാളെ പോയി കണ്ടിട്ട് ഇന്നയാൾക്ക് അതെല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അതുപോലെ ചെയ്തപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു മിനുവിനെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റീസിന് മിനുവിനെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു അയ്യോ അറിയത്തില്ല, ഞാൻ 6 സിനിമ അഭിനയിച്ചല്ലോ, 6 എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ്. അപ്പൊ പറയാ ജയസൂര്യ, മണിമ്പിള രാജു, ഇടവേള ബാബു, മുകേഷ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ജന്മത്തിന് എനിക്ക് അവർ ആ കമ്മിറ്റിയിൽ ഉള്ളിടത്തോളം കാര്യം എനിക്ക് കിട്ടില്ല. ഇനി ഇവിടെ നിന്നിട്ട് പിന്നെ പല സിനിമകളും ഇവര് മിനു ഈസ് യൂസ്ലെസ് ലേഡി, മിനുവിനെ കൊണ്ടൊരു ഹെൽപ്പില്ല, അവളെ വേണ്ട, ഞങ്ങൾ പല സിനിമകളും. കാരണം നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹങ്ങൾ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ്, നമുക്കൊക്കെ ടാലൻസ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ നോക്കി എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഞാൻ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തൊക്കെ ഒരാളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ അവിടെ നമ്മളെ ഇവരെ പോലുള്ളവർ, അതായത് ഈ മുകേഷും ഇടവേള ഇങ്ങനെയുള്ള കുറച്ച് ഒരു പ്രത്യേക ഒരു ഗ്യാങ് ഉണ്ട് സിനിമയിൽ, മാഫിയ പോലത്തെയൊക്കെ. ഇവരൊക്കെ മാറ്റി കഴിഞ്ഞാൽ മലയാളം ഫിലിം നല്ല രീതിയിൽ വരുമെന്നാണ് എന്റെ ഉറച്ച ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയിൽ ഈ പാർവതിനെ പോലുള്ള കുട്ടികളൊക്കെ അവരൊക്കെ വളരെ ബോൾഡാണ്. അങ്ങനെയുള്ള നീ വരണം, പിള്ളേർ മുമ്പോട്ട് ധൈര്യമായിട്ട് വരണം, ആരെ പേടിക്കണം. കാരണം ഇന്ന് മീഡിയ സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും മീഡിയയിൽ വിളിച്ച് പറയാം. നിയമം നമ്മുടെ കൂടെയുണ്ട്, ജനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങൾ ആരെയും പേടിക്കാതെ എല്ലാവരും മുൻപോട്ട് വരണമെന്നാണ് പറയുന്നത്. കാരണം നാളെ ഒരു പെൺകുട്ടികൾക്കും സിനിമാ ഫീൽഡ് എന്നല്ല ഒരു ഫീൽഡിൽ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ നിയമത്തിന്റെ കൂടെ നീതിക്ക് വേണ്ടി ഞാനിത് പരാതിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ഇല്ല ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടത് ഓൺലൈനിൽ. ഇല്ല ആ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ അവരെ ഇല്ല പറ്റില്ല. അപ്പൊ അഭിനയം വിട്ടതിന് ശേഷം ഇപ്പൊ മീനു ഫേസ്ബുക്കിൽ ഇക്കാര്യം ഉന്നയിച്ചു, എവിടെന്നെങ്കിലും ഒരു പിന്തുണ കിട്ടിയോ? മറ്റു വനിതാ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ മറ്റോ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ടോ? ഞാൻ ഇന്നലെ രാത്രിയിലിട്ടത്. അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശം എന്താണെന്നറിയോ, ഇത് കണ്ടിട്ട് പോലീസ് ഓഫീസേഴ്സ് എന്നെ വിളിക്കുമല്ലോ. പക്ഷെ ഇങ്ങനെ മീഡിയ എങ്ങനെ വരും ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല കേട്ടോ. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ എന്തായാലും തുറന്നു പറയാൻ തീരുമാനിച്ചു. അതെന്താന്ന് വെച്ചാല്
ഞാൻ ഇങ്ങനെ നോക്കി ഐ വാസ് റിയലി കീൻലി വാച്ചിങ് ആരൊക്കെയാണ് കംപ്ലൈന്റ് വരുന്നത്, ആരൊക്കെയാണ് ഇതിനകത്തെ ആൾക്കാർ. എല്ലാവരുടെയും പേരിലൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കുട്ടി രേവതി എന്ന് പറഞ്ഞ കുട്ടി കരയുന്നു. അപ്പൊ എനിക്ക് എന്റെ മോള് കരയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോഴും എന്റെ നെഞ്ച് പടഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പം മുകേഷ് ഇങ്ങനെ പറയുന്നു, അത് ഇറ്റ് ഇസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി, ഇത് പൊളിറ്റിക്സിന്റെ എതിർ കക്ഷികൾ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ദെൻ ഹിയർ ഐ ഹാവ് ടു റിയാക്ട്. സത്യം പുറത്തു വരണം. അങ്ങനെ അങ്ങ് ചാമ്പ്യനായ ശരിയാവത്തില്ലല്ലോ. സത്യം എല്ലാം ജനങ്ങൾ അറിയണം. അതുകൊണ്ട് കൊടുക്കും. നിയമപരമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകും. ഈ നടന്മാരാരെങ്കിലും പിന്നീട് വിളിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം? ഇല്ല. കാരണം ഞാൻ കോപ്പറേറ്റീവ് അല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ വെറുത്തു. എന്നെ സിനിമയിൽ നിന്ന് തന്നെ ഒതുക്കി കളഞ്ഞവര്. പലരെയും പിന്നീട് ഈ സിനിമകളിലൊക്കെ തന്നെ സെറ്റുകൾ വെച്ച് കാണേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അത് മുകേഷിനെ കണ്ടപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ തിരിച്ച് അവർ നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ? കളിയാക്കലായിരുന്നു. നമ്മളെയൊന്നും ഇഷ്ടപ്പെടത്തില്ല, വലിയ വലിയ വമ്പൻസിനെ ഇഷ്ടപ്പെടുകയുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തങ്ങ അങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോഴൊക്കെ കളിയാക്കൽ കുത്തുവൊക്കെ കേട്ടിട്ടുണ്ട്. സിനിമ ഉപേക്ഷിക്കാൻ കാരണം തന്നെ ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും അതാണ്. കാരണം ഞാൻ ദുബായിൽ കുറെ നാള് വർക്ക് ചെയ്ത് സെറ്റിലായതിനു ശേഷം ഇവിടെ വന്ന, എനിക്ക് സെറ്റിലായതിനു ശേഷം ഞാൻ സിനിമയിൽ വന്നതാണ്. അപ്പൊ ഇനി സിനിമയിൽ വളരെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നതാണ്. അപ്പൊ അതിനപ്പൊ ഇങ്ങനെ ഒരു ബെഡ് ഷെയറിംഗ് നമുക്ക് ഒരിക്കലും പെന്നെപ്പുറത്തുവരയ്ക്കും സെക്സ് എന്ന് വെച്ചാൽ അത് ഡിവൈനാണ്. അത് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദ ഹാർട്ട്. പെട്ടെന്ന് ഒരാൾ ക്യാരക്ടർ തരാം, അല്ലെങ്കിൽ ക്യാഷ് തരാം, സ്വർണം തരാം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും, ഭാരതീയ സ്ത്രീകൾക്ക് കിടക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പറ്റില്ല. പിന്നെ പലരുടെ ജീവിത അനുഭവങ്ങൾ, അവരുടെ സിറ്റുവേഷൻ കാരണമൊക്കെ വഴങ്ങപ്പെടേണ്ടി വന്നേരിക്കാം എന്നെനിക്കറിയില്ല. പക്ഷെ ഇതാണ് സംഭവം. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്. ഞാൻ ചെന്നൈയിൽ അഭിനയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ഇത് തമിഴ്നാട്ടിലാണ്. കാരണം അവര് പെണ്ണുങ്ങളെ അമ്മ എന്നുള്ള എന്നെ അമ്മയുടെ അങ്ങനെ വളരെ റെസ്പെക്ട് തരുന്നത്. എനിക്ക് അവിടെ ചെന്നപ്പോഴും സിനിമകളൊക്കെ കിട്ടി. ഞാൻ ഗ്ലാമറിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അവർ കമ്മീഷനാണ് ചോദിച്ചത്, അവരാരും ശരീരം ചോദിച്ചിട്ടില്ല. ഇത്ര പെർസെന്റേജ് കമ്മീഷൻ ഞങ്ങൾക്ക് വേണം, അതുള്ളൂ. ജെന്യൂൻ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാ. ചെന്നൈയിലൊക്കെ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചാൽ മതി, കാശ് തരും, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ മലയാളത്തിൽ അങ്ങനല്ല, ക്യാമറയുടെ പുറകിലും അഭിനയിക്കേണ്ടതായിട്ട് ഫോഴ്സ് ചെയ്യും നമ്മളെ, അതായത് ഇങ്ങനത്തെ വലിയ സീനിയേഴ്സ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കുറച്ചൊരു കോൺഫിഡൻസ് മൊത്തം സിനിമ മേഖലയിലുള്ള സ്ത്രീകൾക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് കോൺഫിഡൻസ്. എനിക്കും അത് തന്നെയാണ് വന്നത്. കാരണം ഇങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ നടക്കപ്പെടുന്നത്. പലർക്കും പെൺകുട്ടികളാണ് കൂടുതലും ഇതിലിരയായിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതൊരിക്കലും പുറത്ത് പറയാൻ സാധിക്കില്ല. പറഞ്ഞാൽ ഒന്ന് അവരുടെ വീട്ടുകാർ വിടത്തില്ല, രണ്ട് അവർ വിവാഹിതരാവേണ്ടവരാണ്. ഇത് പറഞ്ഞാൽ അവർക്ക് നല്ല കല്യാണം വരുമോ? അപ്പൊ അവരെങ്ങനെ പ്രതികരിക്കും? അപ്പൊ അവരെല്ലാം എനിക്കറിയാം, അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് വളരെ ഓപ്പണായിട്ട് തന്നെ ഇവിടെ പറയുന്നത്. മറ്റ് സമാനമായ അനുഭവങ്ങൾ മറ്റു സുഹൃത്തുക്കൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ മീനുവിനോട്? ഗായത്രി പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് സിനിമയിലെ സ്ഥിരം പല്ലവിന്ന് ഗായത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാണ്? പിന്നെ എന്റെ കൂടെ അങ്ങനെ കോമ്പിനേഷൻ അങ്ങനെ വന്നിട്ടില്ല ലേഡീസൊക്കെ. നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞാൻ മാത്രമല്ലേ അന്നത്തെ ലേഡിയിൽ അങ്ങനെ. അല്ല ഞാൻ പിന്നെ ഇവിടെ നിന്ന് പോയില്ല, കേരളത്തിൽ നിന്ന് പോയി ചെന്നൈയിൽ പോയതിനു ശേഷം പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇവിടെ നിന്ന് ഫ്ലാറ്റൊക്കെ വാങ്ങിച്ച സ്വന്തമായിട്ട് സമാധാനമായിട്ട് സെറ്റിൽഡ് ആയി. ലൈഫ് ഈസ് സെറ്റിൽഡ്. എനിക്ക് ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല, ആരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പം മണിയമ്പളരാജ് ഒരു വാക്ക് പറഞ്ഞു പണത്തിന് വേണ്ടിയെന്ന്. പണത്തിന്റെ ആവശ്യമില്ല. എന്റെ ഹസ്ബൻഡ് ന്യൂസിലാൻഡിലാണ്, ഐ എം വെരി സെറ്റിൽഡ്. എനിക്കങ്ങനെ ആരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നെ ദൈവവിശ്വാസികളാണ്. എനിക്കൊരു മകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആരും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാശിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ആളുമല്ല ഞാൻ. ഇപ്പോൾ മാത്രമാണ് ഈ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വന്നത്, അത് നേരത്തെ ഇത് വെളിപ്പെടുത്തുക എന്തെങ്കിലും ചെയ്തിരുന്നു. 2013 കേരള കൗമുദി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്താണ്. പിന്നെ അഡ്ജസ്റ്റ്മെന്റിനോട് പെരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാള സിനിമ വിടുന്നു എന്നുണ്ട്. അതിന്റെ വളരെ ഹെഡ് വന്നതായിരുന്നു. ആരും മൈൻഡ് ചെയ്തില്ല, ഒന്നുമില്ല. എന്ത് സംഭവിച്ചെന്ന് പോലും ആരും വിളിച്ചിട്ടില്ല. ഇപ്പൊ ഇതിന്റെ സാക്ഷി പറയേണ്ടി വരികയാണെങ്കിൽ ഗായത്രി മാത്രമാണ് സാക്ഷിയായിട്ടുള്ളത്. തെളിവുകൾ, അതാണ് ചോദിക്കുന്നത്. തെളിവുകൾ എന്തെങ്കിലും കൈവശമുണ്ടോ? തെളിവുകളെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ്, ഏറ്റവും വലിയ തെളിവ്. അത് അവർ ചെയ്തില്ല എന്ന് അത് തെളിയിക്കേണ്ടത് അവരുടെ ചുമതല. ഞാൻ വിക്ടിമാണ്, ഞാൻ ഇരയായ ആളാണ്. ഇതിന്റെ മെന്റൽ അഗ്നിയും അനുഭവിച്ച ഒരാളെ ഞാൻ ഇപ്പോഴും എന്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത്രത്തോളം ഞാൻ വിഷമിച്ചു, എനിക്ക് നീതി കിട്ടിയില്ല, എനിക്ക് ഞാൻ ആരോട് ഷെയർ ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരുക്കി തന്ന ഒരു അവസരമാണിത് ഞാൻ കാണുന്നത്. ഈ അമ്മയുടെ തലപ്പത്തെല്ലാം തന്നെ പുരുഷ താരങ്ങളാണ്. അതെ, അത് ആ ഒരു സംവിധാനം മാറി വനിതാ താരങ്ങൾ. തീർച്ചയായിട്ടും അവിടെ സ്ത്രീകൾ തന്നെ വരണം. അങ്ങനെ സ്ത്രീകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പോയി പറയാൻ വേണ്ടി ഈ വനിതയെ കണ്ട് പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്തുകൊണ്ട് അത് ശരിക്കും അത് മാറണം. ഈ അമ്മ എന്ന സംഘടനയില് സ്ത്രീകളുടെ ചിലപ്പോൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റും അങ്ങനെ വരട്ടെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു വളരെ സേഫ്റ്റി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഈ പഴയ ആൾക്കാരെ തന്നെ പിടിച്ച് യങ്സ്റ്റേഴ്സ് എന്ത് നല്ല ആൾക്കാരാണ്. ഈ ടോവിനോനൊക്കെ പിടിച്ചാക്കുന്നേ.
ടോവിനൊക്കെ നല്ല മിടുക്കന്മാർ പയ്യന്മാരല്ല, ആസിഫ് അലി അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് കയറി വരട്ടെ. ആ അവരെയൊക്കെയാണ് അമ്മയുടെ ഇത് കൊണ്ടുവരുന്നത്, അല്ലാതെ ഇവരൊന്നുമല്ല. കാരണം എന്തെല്ലാം നടന്നിരിക്കുന്ന ഇവരാരും ഈ പറഞ്ഞ മമ്മൂക്ക പോലും ഒന്ന് ഹീസ് ആൻ അഡ്വക്കേറ്റ്, ഹീസ് എ ലോയർ ആൻഡ് ഹീസ് നോട്ട് റെഡി ടു റിയാക്ട്. ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ സംഭവം നടക്കാൻ പാടില്ല. അപ്പം നമുക്കൊക്കെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ ഹീസ് ദേ, നമുക്ക് സേഫ്റ്റി തോന്നും പെൺകുട്ടികൾക്ക്. പക്ഷെ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് മാത്രമല്ല അമ്മയിലെ സീനിയർ നടന്മാർ ആരും ഇതേവരെ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് തന്നെ ഇന്ന് ഒരാഴ്ച കഴിയും. അതെന്താണ് അതോട്ടെ. അപ്പൊ പ്രതികരിക്കാൻ കഴിവുള്ള ഞാനിപ്പോ പറയുകയാണെങ്കിൽ എനിക്ക് ടോവിനെ നേരിട്ട് പരിചയമില്ല. പക്ഷെ ടോവിനയുടെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ ടോവിനൊക്കെയാണ് തലപ്പത്തിരിക്കാൻ യോഗ്യതയായിട്ടുള്ള. പാർവതി ടോവിനോ, ആസിഫ് അലി, പിന്നെ ഉണ്ടല്ലോ ആരോ പറഞ്ഞല്ല. അങ്ങനെ അതാണ് പറയുന്നത്. ഈ സീനിയേഴ്സ് മാറണം. അപ്പൊ ഈ പഴഞ്ചൻ സംസ്കാരവും മാറും. സീനിയേഴ്സിനെ മാറ്റിയാല് പുതിയ ഒരു ന്യൂ ട്രെൻഡ് വരും. അതാണ് ഈ സീനിയർ നടന്മാരുടെ മൗനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഐ ഫീൽ പിറ്റി ഓൺ ദം. ആണുങ്ങളായ നട്ടല് വേണം, അല്ലെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കരുത്. അഭിനയിക്കാൻ മാത്രം കഴിവുപോരാ, നീതിക്കും കൂടി വേണ്ടി നിൽക്കണം. ഞങ്ങളെ പോലുള്ള പെൺകുട്ടികളാ, ഞങ്ങൾ കേരളക്കാരാ, ഞങ്ങൾ മലയാളികളാ, അവരുടെ സഹോദരികളാ. അവർക്ക് സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ പ്ലീസ് ഗോ അവേ ഫ്രം ദിസ് ഫീൽഡ്, നോട്ട് വർത്ത് ടു ബി ഹിയർ. അല്ലേ? അതാ ഞാൻ പറയുള്ളൂ. കഥാപാത്രങ്ങൾ മാത്രമാണ് ആക്ഷൻ ഹീറോകളായി മാറുന്നത്. അതെ, സിനിമയിൽ വലിയ ഹീറോയാണ്, അതുകൊണ്ട് വലിയ ഡയലോഗാണ്. ഒരു യഥാർത്ഥ സംഭവം നടക്കുമ്പോൾ ഇവർ പുറകോട്ട് നിൽക്കുന്നത്. എന്ത് സംഭവം ആയിക്കോട്ടെ, ഇപ്പൊ ദിലീപിന്റെ പ്രശ്നം ആയിക്കോട്ടെ, കാവ്യ മാധവൻ, മഞ്ജുവിന്റെ പ്രശ്നമൊക്കെ, അവിടെയൊക്കെ ബോൾഡായിട്ട് നിൽക്കേണ്ടത് സീനിയേഴ്സായ ലാലേട്ടനും മമ്മൂക്കായും ഇവർക്കാണ്. കാരണം ദേ ആർ എഡ്യൂക്കേറ്റഡ്. അപ്പൊ അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അവരെ നന്നായിട്ട് അവരെ ഇത് വാൺ ചെയ്യുകയും ചെയ്യണം. ഇറ്റ് ഷുഡൻ ഹാപ്പൻ. ബിക്കോസ് പുറത്തുള്ളവർ കേൾക്കുമ്പോൾ പറയാം മലയാളം എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്ന ആരെയാ? മമ്മൂക്കായനെയും മോഹൻലാലിനെ. ഇവരെ കൊണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? അവർക്ക് തന്നെ നടക്കേട്. അവർ തലപ്പത്തിരിക്കുന്നവരാണ്, അവരാണ് സീനിയർ ആർട്ടിസ്റ്റ്. അപ്പൊ അവരുടെ കീഴിൽ ഞങ്ങളൊന്നും സേഫ് അല്ലേ? മറ്റേ കാര്യങ്ങൾ ഇപ്പം മീനുവും ഇതുപോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും തുറന്നു പറച്ചിലുകളുമായിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇത് ഒരു ശുദ്ധീകരണത്തിന് ഇടയാക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. സിദ്ധുകളെ ഇത് നല്ലതായിട്ട് ഇപ്പോൾ തന്നെ ഇപ്പൊ സ്ത്രീകൾ വരും തന്നെ എനിക്കറിയാം, മാറും. അപ്പം അത് നല്ലൊരു ശുദ്ധീകരണം തന്നെ നടക്കും. ഈ സീനിയേഴ്സിനെല്ലാം മാറ്റണം. ഞാൻ പറയുമ്പോ ലാലേട്ടനൊക്കെ മാറ്റണം. ലാലേട്ടന്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു. ആ ഒരു കാലത്ത് പഴഞ്ചൻ ഇതല്ല. കാരണം പുള്ളിക്കാരൻ ഇതില് റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്യാൻ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ന്യൂ കയറി വരണം. ഇതിലിപ്പം ആരോപണം ഉന്നയിക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് മുകേഷാണ്. മുകേഷ് രാഷ്ട്രീയക്കാരനാണ്, സർക്കാരിന്റെ ഭാഗമാണ്. മുകേഷിനെ ഞാൻ എടുത്തു പറയാം. ഇപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ പറഞ്ഞല്ലോ. വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവൻ എങ്ങനെ നാട് നന്നാക്കുന്നത്? സ്വന്തം 2 മക്കളെ ഉപേക്ഷിച്ച്, ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ MLA ആക്കി? ഈ കൊല്ലത്തെ ആൾക്കാരുടെ റിയലി ഫീൽ ഷെയിം. ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു മുകേഷ് ചേട്ടാ ഈ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ 2 കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ സരിത ചേച്ചി. അവർ മലയാളി അല്ലായിരിക്കാം, എങ്കിലും നിങ്ങൾ ഒത്തുചേരുവട്ടെ, നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്നുകൂടെ ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാൻ നിങ്ങളെ ഞാൻ ശ്രമിച്ചതാണ്. അപ്പം ഇങ്ങനെ അതായത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹം ഹീസ് നോട്ട് വർത്ത് ടു ബി MLA ഇൻ കൊല്ലം ആൾസോ. അത് ഞാൻ തുറന്നു പറയാണ്. അത് ഓരോരുത്തർ നമ്മളെല്ലാരും ചോറല്ല കഴിക്കുന്നത്, എല്ലാവരും ചോറ കഴിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ലോജിക് ഉണ്ടാവണം, നമുക്ക് സ്വയം തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ട എന്താ? നല്ല ഭരണമാണ് വേണ്ടത് അല്ലെ? ഒരു വുമണൈസറിനെ പിടിച്ച് ഭരണം ഏൽപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? ആ സ്റ്റേറ്റ് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നല്ല എഡ്യൂക്കേറ്റഡും നല്ല ബോൾഡായിട്ടുള്ള തറവാടി പിറന്നവർ എന്തോരം പേരുണ്ട് നമ്മുടെ ഈ കേരളത്തില്. അവരെയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇവരെ പോലുള്ള കയറി കഴിഞ്ഞാൽ എങ്ങനെയാവും? അതുകൊണ്ട് ജനങ്ങൾ മൊത്തം നല്ലവർക്ക് വേണ്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ സെലക്ട് ചെയ്ത് ഭരണം അവരെ ലയിപ്പിക്കുക. ആദ്യഘട്ടങ്ങളിൽ സർക്കാർ ഈ നേരിട്ട് പരാതി നൽകിയെങ്കിൽ മാത്രമേ കേസ് എടുക്കത്തുള്ളൂ. ആ ഒരു നിലപാടായിരുന്നു. പിന്നീട് ഇപ്പം നിലവിൽ പറയുന്നത് താങ്കൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ സർക്കാരിൽ ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നീതി കിട്ടണം. കാരണം ഇന്ന് ജനങ്ങളും മീഡിയയും എല്ലാം ഒരുമിച്ച് ഇറങ്ങി കംപ്ലീറ്റ് എന്നിപ്പോ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കാരണം ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ തള്ളിപ്പോയായിരുന്നേ. ഞാനല്ലല്ലോ ആദ്യം വന്നത്. ഇതെല്ലാരും വേറെ പെൺകുട്ടികളെല്ലാം വന്നപ്പോഴും ഞാനും ഇതിൽ സത്യമായിട്ട് വന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിൽ നീതി കിട്ടുമെന്നാണ് നമ്മുടെ പിണറായി സാറ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആരെയൊക്കെ ഏതൊക്കെ സ്ത്രീകളെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്ക് മുമ്പോട്ട് വരാം. ഞങ്ങൾ അതിന് എത്ര ഉന്നതനായാലും ഞങ്ങൾ അതിന് ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം പ്രൈം മിനിസ്റ്ററും ഇടപെട്ടിട്ടുണ്ട് അല്ലെ? ഫേസ്ബുക്കിൽ കണ്ടില്ലേ? എന്തെങ്കിലും സ്ത്രീകൾക്കെതിരെ എന്തുണ്ടായിട്ടില്ല ഞങ്ങൾ അതിന് ആക്ഷൻ എടുക്കുന്നുള്ള കാര്യം.
സോ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ജനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ജനങ്ങൾക്കപ്പം ഇന്ന് എല്ലാ കാര്യവും A to Z എന്ന് ജനങ്ങൾക്കറിയാം. എന്താണ് വാട്ട് ഈസ് ഫിലിം ഫീൽഡ്, വാട്ട് ഈസ് ഫിലിം ആക്ടേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരും നീതിയുടെ കൂടെ ജനങ്ങളുണ്ടാവും. കാരണം ജനങ്ങളുടെ സിനിമയാണ്, ജനങ്ങളുടെ ക്യാഷാണ് സിനിമ അല്ലെ. അപ്പൊ ജനങ്ങളുടെ തീരുമാനിക്കണം. ആക്ടർമാരൊക്കെ പറഞ്ഞാൽ ജനങ്ങളുടെ തീരുമാനമാണ്. കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പോലും ഭരത്ചന്ദ്രനാണെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ കാര്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. അതെ. അദ്ദേഹം നേരത്തെ അങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ഒരു നല്ലൊരു ബുദ്ധിമാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു പ്രാവശ്യം ഞാൻ കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഒരിക്കല് അദ്ദേഹത്തിന്റെ ഒരു മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഒരു ഡ്രൈവർ എന്റെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഡ്രൈവറിന് ഞാനൊരു കുറച്ച് കാശ് കൊടുത്തിന് ഒരു മുദ്രപത്രം എന്റെ ഉണ്ടായിരുന്നു. ഈ മുദ്രപത്രം തിരിച്ചു കൊടുക്കാൻ ഡ്രൈവർക്ക് കാശ്. അപ്പൊ ഞാൻ പറഞ്ഞു കാശ് തന്നാൽ തിരിച്ചു തരാം. അപ്പൊ ഈ മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. മര്യാദയ്ക്ക് നീ ഇത് കൊടുത്തില്ലെങ്കിൽ നിന്നെ 6 മാസത്തിന് മേലെ നിന്നെ ഭൂമിക്ക് മേലെ വെച്ചേക്കാം. ചെന്നൈയിലിരുന്നപ്പോഴേ അപ്പൊ എനിക്കത് ത്രട്ടാനായിട്ട് ഫീൽ. ഞാൻ പറഞ്ഞു ഇതെന്താ ഈ മേക്കപ്പ് മാനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആയുധത്തിൽ അഭിനയിച്ച സുരേഷ് ഗോപി ചേട്ടനോട്. അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞു, സുരേഷേട്ടാ ഞാൻ മിനു ആണ്, മിനു സ്പീക്കിംഗ്, കോളിംഗ് ഫ്രം ചെന്നൈ, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇത്രേ പറഞ്ഞതുള്ളേ. പുള്ളിക്കാരോ നീ ഇഫ് യു ആർ ടു സ്മാർട്ട് ഐ പുട്ട് യു ഇൻ ഡേഞ്ചർ. ഓക്കെ ഭയങ്കര കമ്മീഷൻ സ്റ്റൈലൊക്കെ. കമ്മീഷണർ പോലെ ഒരു സ്ത്രീ പരാതി പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കത്തില്ല. ഞാൻ ഇങ്ങനെ ഏതെന്താ ഒരു സ്ത്രീ പറയുന്നത് എന്താന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ പോലും അദ്ദേഹം കാണിച്ചില്ല. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് എന്നെ കുറെ അങ്ങ് ചീത്ത പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് ഫോൺ വെച്ചു. പക്ഷേ ഞാൻ പിന്നെ പെട്ടെന്ന് പുള്ളിക്കാരൻ ഞാനൊരു മെസ്സേജ് അയച്ചു. അതെ ഈ ഭാരത് കമ്മീഷണറായിട്ട് അഭിനയിച്ചിട്ട് അത് കമ്മീഷണർ സിനിമയിൽ എടുക്കുന്ന അതേ ഇത് ഇങ്ങോട്ട് എടുക്കരുത് കേട്ടോ. യഥാർത്ഥ കമ്മീഷണർ പോലും ഇങ്ങനെ സംസാരിക്കരുത് പെണ്ണിനോട്. വലിയ ഇതാക്കിയത് ഞാനൊന്ന് തിരിച്ചയച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു, കമ്മീഷണർ കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ ഞാൻ ഈ ത്രട്ടണിംഗ് ആ കൊടുത്തത് ഈ മേക്കപ്പ് മാനെ കുറിച്ച്. അപ്പം കമ്മീഷണർ ചോദിച്ചു സുരേഷ് ഗോപിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറഞ്ഞു ഹി ഡിഡ്ന്റ് ലിസൺ മീ ആൻഡ് ഹി ആൾസോ അബ്യൂസ്ഡ് മീ. അപ്പൊ അവിടെ ആ ഒരു പക്വത കാണിച്ചില്ല പുള്ളിക്കാരൻ. അവർ പക്വത കാണിക്കണം. അതുകൊണ്ട് ഈസ് ആസ് നോട്ട് വർത്ത്.